സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം ദിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. നാരായണീയത്തിൽ നമ്മൾ കണ്ടത് സൃഷ്ടിയെ വർണ്ണിക്കുകയാണ്. സൃഷ്ടി എന്ന് പറയുമ്പോൾ മായാ ത്രിഗുണങ്ങൾ ഇതുകൊണ്ടുണ്ടായി, മഹത്തത്വവും അഹങ്കാരവും ഉണ്ടായി എന്ന് പറഞ്ഞു. ആ അഹങ്കാരത്തിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് സൃഷ്ടി വർദ്ധിച്ചത്? ക്രമത്തിലാണ് വർദ്ധിക്കുക, ഒന്നെന്ന് മറ്റൊന്ന്. അഹങ്കാരം ഉണ്ടായി, അത് തമോ ഗുണപ്രധാനമാണ് എന്നും പറഞ്ഞ് അവിടെ വെച്ചു. ത്രിഗുണൈ തമോതിവിപുലം, തമോ അതിവിപുലം. 3 ഗുണങ്ങളും ഉണ്ടെങ്കിലും തമോ ഗുണം പ്രധാനമാണ് അഹങ്കാരം. അപ്പം എന്തൊക്കെയുണ്ടായത്? മഹത്വത്വം ഉണ്ടായി, പിന്നീട് എന്തുണ്ടായി? അഹങ്കാരം ഉണ്ടായി. ഇനി ആ അഹങ്കാരം 3 പിരിഞ്ഞതിനെ വർണ്ണിക്കുന്നു ശ്ലോകം. സോഹം ച ത്രിഗുണ ക്രമാത്രിവിധതാമാസദവൈകാരികോ ഭൂയർത്തയശസമസാവിധി ഭവന്നാദ്യേന തത്വാത്മനാം ദേവാനിന്ദ്രിയമാനിനോ കൃതദിശാവാദാർക്കഭാഷ്യശ്ചിനോ മന്യേന്ദ്രാച്യുത മിത്രകാൻ വിധുവിധി ശ്രീരുദ്രശാരീരികാൻ പറഞ്ഞു. മഹത്വത്വം അതാണ് ഉണ്ടായത്, മായി ത്രിഗുണങ്ങളെയും കൊണ്ട്. ദെൻ രണ്ടാമതായിട്ട് അഹങ്കാരം അല്ലെങ്കിൽ അഹന്തത്വം ഉണ്ടായി. ഇനി ആ അഹങ്കാരത്തിൽ നിന്ന് തുടർന്ന് ഉള്ള സംഗതികളെയാണ് പറയുന്നത്. മഹത്വത്വം ഉണ്ടായി എന്ന് പറഞ്ഞു വെച്ചു, അഹങ്കാരം ഉണ്ടായി എന്ന് പറഞ്ഞു വെച്ചു. മഹത്വത്വം, മായ, ത്രിഗുണങ്ങൾ, ഇതൊക്കെ കാലം, കർമ്മം മുതലായിട്ടതുകൊണ്ടാണ് അങ്ങനെയാണല്ലോ ഉണ്ടാവുന്നത്. മഹത്വത്വം 1, അഹങ്കാരം 2. ദെൻ ഇനി എന്താ ഉണ്ടായത്? 3 എന്ന് വേണമെങ്കിൽ പറയാം. 3 അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്. മറ്റത് മഹത്വത്വം, അഹങ്കാരം ഇല്ലേ ഉള്ളൂ. ഇത് അങ്ങനെയില്ല. ഇവിടെ അങ്ങനെയുള്ളത് കുറച്ച് കൂടുതൽ സംഗതികൾ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ആദ്യം പറയുകയാണ് അഹങ്കാരം, മഹത്വത്വത്തിന് ശേഷമുണ്ടായ അഹങ്കാരം. ത്രിഗുണക്രമാത് ത്രിവിധതാമാസാദ്യ, ത്രിവിധതാമാസാദ്യ 3 പ്രകാരം ആയി പിരിഞ്ഞു. അഹങ്കാരതത്വം എന്ന ഒരു സംഗതി 3 പിരിഞ്ഞു. ഒന്നിനെ 3 എന്തൊക്കെയാണെന്ന് വെച്ചാൽ ത്രിഗുണക്രമാത്, തത്വരജർത്തമോ ഗുണങ്ങളുടെ ഏറ്റക്രമത്തിൽ അനുസരിച്ചാണ് ഈ പിരിവ് ഉണ്ടായത്. സാത്വികം, രാജസം, താമസം എന്ന ഈ വാക്കുകൾക്ക് വേറൊരു പേരും കൂടി ഇവിടെ പറഞ്ഞു. വൈകാരികം, തൈജസം, താമസം. ഒരു വ്യത്യാസമില്ല, ഒന്ന് തന്നെ. സാത്വികത്തിന് എന്ത് പറഞ്ഞു? വൈകാരികം. രാജസത്തിന് എന്ത് പറഞ്ഞു? തൈജസം. താമസത്തിന് എന്ത് പറഞ്ഞു? താമസം എന്ന് തന്നെ പറഞ്ഞു. വേറെ പേര് കിട്ടിയില്ല, അവിടെ അത് തന്നെ പറഞ്ഞുള്ളൂ. സാത്വികത്തിന് വൈകാരികവും, രാജസത്തിന് തൈജസവും, താമസത്തിന് താമസം എന്ന് തന്നെ ഇവിടെ പ്രയോഗിച്ചു. 3ാമതൊരു പദം വേറെ ഉപയോഗിച്ചിട്ടില്ല. എന്തായാലും ഇത് 3 എന്നാണ് പറയുന്നത്. വൈകാരികം, തൈജസം, താമസം. സാത്വികം, രാജസം, താമസം. വൈകാരികം, രാജസം, താമസം. 2ാമത്തെ ലിസ്റ്റിൽ താമസത്തിന് താമസം തന്നെ പ്രയോഗിച്ചു. ഒക്കെ അവരുടെ ഇഷ്ടമാണല്ലോ എന്താ പ്രയോഗിക്കേണ്ടതെന്നൊക്കെ. ആധ്യാത്മിക ആചാര്യന്മാരുടെ ഇഷ്ടമല്ലേ. എന്താ ചോദിച്ചാൽ പറയാൻ വയ്യ. അതിന് വേറൊരു പേര് കൊടുത്തില്ല, താമസം തന്നെ മതിയെന്ന് വെച്ചു. അതുകൊണ്ട് ആദ്യം മഹത്വത്വവും പിന്നീട് അഹങ്കാരം. രാമായണത്തിൽ ഒരുപാട് സ്ഥലത്ത് പറയണതാണ്. കബന്ധിൻ്റെ സ്തുതി, ഇതൊക്കെ അഗസ്ത്യൻ്റെ സ്തുതിയൊക്കെ നോക്കിയാൽ കാണാം. ഇത് പ്രസിദ്ധമാണ്. ആദ്യം ഉണ്ടായത് മഹത്വത്വമാണെന്നും 2ാമതുണ്ടായത് അഹങ്കാരമാണെന്നും അത് 3 പിരിഞ്ഞു എന്നുള്ളത് അതിലൊക്കെ പറയുന്നു. അതെന്തൊക്കെയാണ്? വൈകാരികം, തൈജസം, താമസം. ഞാൻ 3 അഹങ്കാരതത്വം പിരിയുകയാണ്. ഇത് വൈകാരികം
എന്ന് പറയുന്നത് സാത്വികം, തൈജസം എന്ന് പറയുന്നത് രാജസം. താമസം തന്നെ. അപ്പം എന്തുണ്ടായി? അഹങ്കാരം 3 പിരിഞ്ഞു. ചെറിയൊരു പേന എടുത്തിട്ട് വരച്ച് എഴുതണമെങ്കിൽ എഴുതാം, നല്ലതാണ്, നമുക്ക് പഠിക്കാൻ. ഏതായാലും മെനക്കെടുണ്ടല്ലോ. എന്താ എഴുതുക? മഹത്വത്വം ആദ്യം, രണ്ടാമത് അതിൻ്റെ ചുവട്ടിൽ ഏരോ മാർക്കിട്ട അഹങ്കാരം. ആ അഹങ്കാരം 3 പിരിഞ്ഞു. 3 വരയുടെ ഒരു വര വരച്ച് അതിന് 3 വരയ്ക്കാക്കി. ഒന്നാമത് തൈജസം അല്ലെങ്കിൽ സാത്വികം, വൈകാരികം സാത്വികം, തൈജസം എന്ന് പറഞ്ഞാൽ രാജസവും, താമസവും. ഇങ്ങനെ 3 അഹങ്കാരം പിരിയാണ്. അതിലത്തെ സാത്വികത്തിൽ നിന്നുണ്ടായ സംഗതികൾ ഈ ശ്ലോകത്തിൽ പറയണുള്ളൂ. രാജസവും താമസവും വേറെ ശ്ലോകത്തിലാണ് പറയുന്നത്. അപ്പോൾ 3 പിരിഞ്ഞതിലത്തെ സാത്വികത്തിലേക്ക് ഇപ്പോൾ നമ്മൾ മനസ്സ് കൊടുക്കുക. രാജസവും താമസവും അവിടെ ഇരിക്കട്ടെ, വൈകാരികവും അല്ല തൈജസവും താമസവും അവിടെ ഇരിക്കട്ടെ. അത് അടുത്ത ശ്ലോകത്തിലാണ് പറയണം. വൈകാരികം അല്ലെങ്കിൽ സാത്വികം ഒന്നിനെ കൊടുക്കുന്ന 2 പേരാണത്. അതിൽ നിന്ന് എന്തുണ്ടായി എന്ന് ഈ ശ്ലോകത്തിൽ പറയണു. അപ്പോൾ തൈജസവും താമസവും മാറ്റി നിർത്തി അടുത്ത ശ്ലോകത്തിലേക്ക് മാറ്റി. ഇവിടെ പറയണ സാത്വികത്തിൽ നിന്ന് ദേവാൻ ഇന്ദ്രിയ മാനിനോ അകൃത ദിശ വാതാർക്കഭാഷ്യശ്വിനോ മന്നീന്ദ്രാച്യുതമിത്രകാൻ വിടുവിധി ശ്രീരുദ്ര ശാരീരികാൻ ആദ്യേന സത്വാത്മന. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈകാരികം അല്ലെങ്കിൽ സാത്വികം. അതാണ് ആദ്യേന സത്വാത്മന. ഇവിടെ വാക്ക് ആദ്യേന എന്നാണ്. ആദ്യേന എന്ന് പറഞ്ഞാൽ ആദ്യത്തെ, ഈ പറഞ്ഞതിൽ ക്രമത്തിൽ ആദ്യത്തെ ഏതാണ്? വൈകാരികോ പൂയ തൈജസ, പിന്നെ താമസ. ഇതിലത്തെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ വൈകാരികം. ആദ്യം പറഞ്ഞത് വൈകാരികം. പൂയ തൈജസ് താമസ 3 പിരിഞ്ഞിട്ട് ആദ്യേന സത്വാത്മന, ആദ്യത്തെ സത്വാത്മനാവാണ്, സത്വസ്വരൂപമാണ്. ഏതാദ്യത്തെ? വൈകാരികം. എന്നിട്ടോ അതിൽ ദിശാവാതാർക്കഭാഷ്യശ്വിനോ, ഇതിലിവിടെ പെടുന്നത് ദേവന്മാരുണ്ടായി എന്നാണ് പറയുന്നത്. ഇന്ദ്രിയമാനിന ദേവാൻ അകൃത. ഇന്ദ്രിയമാനിന ദേവന്മാരെ സൃഷ്ടിച്ചു. ദേവാൻ എന്നുള്ളതിനെ ആകൃത ഇട്ടിച്ചു. വാക്ക് ആകൃത, ശ്രദ്ധിക്കുക, ആകൃത. ദേവാൻ ആകൃത, ദേവന്മാരെ സൃഷ്ടിച്ചു. ആകൃത മീൻസ് സൃഷ്ടിച്ചു. ആരെ സൃഷ്ടിച്ചു? ദേവാൻ. അതിൽ തൈജസമായിട്ടുള്ള സാത്വികത്തിൽ നിന്ന് ദേവന്മാരെ ആകൃത, ദേവന്മാരെ സൃഷ്ടിച്ചു. ആ ദേവന്മാരെ എങ്ങനെയുള്ളതാണ്? ഇന്ദ്രിയമാനിന ദേവാൻ അകൃത. എങ്ങനത്തെ ദേവന്മാരെ സൃഷ്ടിച്ചു? ഇന്ദ്രിയമാനിന ദേവാൻ അകൃത. എന്താണ് ഇന്ദ്രിയമാനിന എന്ന് പറഞ്ഞാൽ? ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളായവർ എന്നർത്ഥം. ഇതാണ് ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകൾ എന്ന് പറഞ്ഞാൽ. ഒരു വലിയ ആത്മീയ തിയറി അതിനകത്തുണ്ട്. അതായത് നമുക്ക് ഈ കൈ പ്രവർത്തിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ദ്രൻ്റെ സഹായം വേണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അത്രയും കൈ പ്രവർത്തിക്കാൻ പറ്റണത്. ഇന്ദ്രനാണ് കൈയിൻ്റെ ദേവത എന്നാണ് ആത്മീയ ഭാഷയിൽ പറയുക. അപ്പോൾ കാലിൻ്റെ ദേവതയോ ഉപേന്ദ്രനാണ്. ഉപേന്ദ്രൻ ഇല്ലെങ്കിൽ കൈ ഇളക്കാൻ പറ്റില്ല അത്രേ പറയണത്. എങ്ങനെയെന്നൊക്കെ ചോദിച്ചാൽ കുറേ അധികം പഠിക്കാനുണ്ട്, ഇതിലൊന്നും ഒതുങ്ങില്ല. അപ്പോൾ കണ്ണിന് ദേവതയുണ്ടോ? തീർച്ചയായിട്ടും സൂര്യൻ, തൊഷ്ടാവ്, അതാണ് കണ്ണിൻ്റെ ദേവത. ആ ദേവതയാണ് അത്രയും നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പം ചെവിയുടെ ദേവതയോ? അതാണ് ദിക്കിന്ദ്രിയങ്ങൾ. സർജനാവയവങ്ങൾക്ക് ദേവതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എന്തുകൊണ്ടില്ല? മിത്രൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ വസിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ടോയ്ലറ്റിൽ പോയ ആ സംഗതി നടക്കുന്നത്. പറയണോണ്ടൊന്നും വിചാരിക്കേണ്ട, പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. മിത്രൻ, മേട്രം എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങളിൽ സ്ഥിതി ചെയ്ത് പ്രവർത്തിക്കില്ല ചിലപ്പോൾ. അപ്പോൾ എന്തുണ്ടാവില്ല? അവിടെ പോയ കാര്യം നടക്കില്ല. ഉണ്ടോ? അപ്പം അതിനുണ്ട് ദേവത. സർജനാവയവങ്ങളിൽ മിത്രൻ അധിഷ്ഠാന ദേവത ഇരിക്കുന്നുണ്ട്.
വാക്കിൽ ദേവത ഇരിക്കുന്നുണ്ട്, എല്ലാ ഇന്ദ്രിയങ്ങളിലും ഒരു ദേവത പ്രവർത്തിക്കുന്നുണ്ട്. എത്ര ശാസ്ത്രീയമാണ് എന്ന് ചിന്തിച്ചാൽ നമുക്കറിയും. അപ്പോൾ ഈ ദേവതകളുടെ മുഴുവൻ നിയന്താതാവായിട്ടൊരു ഈശ്വരൻ, ആ ഈശ്വരനെ നമ്മൾ മനസ്സിൽ ഉപാസിച്ചാൽ ഈ ഉപദേവതകൾ മുഴുവനും പ്രസാദിക്കും. അപ്പം എന്തുണ്ടാവും? കണ്ണ് ശരിക്ക് കാണും, ചെവി ശരിക്ക് കേൾക്കും, എല്ലാ ഇന്ദ്രിയങ്ങളും കീഴ്പ്പെട്ടുള്ളതാണെന്ന് വെച്ചാൽ കീഴ്പ്പെട്ട് അത് പ്രവർത്തിക്കണം. പ്രവർത്തിക്കില്ലെങ്കിൽ ബുദ്ധിമുട്ടായി ഇല്ലേ? മൂത്രമൊഴിക്കണം തോന്നി മൂത്രമേ പോയില്ലെങ്കിലോ, പുറത്തേക്ക് പോകണം തോന്നി പുറത്തേക്ക് പോയില്ലെങ്കിലോ. അപ്പോൾ അതാത് ദേവതകളും അതാത് ഇന്ദ്രിയങ്ങളും മുഴുവൻ പ്രവർത്തിക്കുക കൊണ്ടാണ് ശരീരം ശരിക്കും പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ വിശകലനം ചെയ്തിട്ടുള്ളവർ നമ്മുടെ ഈ ആചാര്യന്മാർ മാത്രമേ ഇങ്ങനെ വിശകലനം ചെയ്തിട്ടുള്ളൂ. മറ്റുള്ളവരൊക്കെ അതിനെപ്പറ്റി പഠിച്ചു ചികിത്സിച്ചു എന്നേ ഉള്ളൂ. ഈ പ്രാർത്ഥന കൊണ്ടും ഉപാസന കൊണ്ടും ഒരു ശരീരത്തിലത്തെ ഇന്ദ്രിയങ്ങളെ വേണ്ട വിധമാക്കാനോ അല്ലെങ്കിൽ ഡിഫക്ട്സ് തീർക്കാനോ നമ്മളെത്രേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. അതാണ് നമ്മുടെ ചികിത്സയുടെയും തത്വസംഹിതയുടെയും ഒരു പ്രത്യേകത. മരുന്നും ശസ്ത്രക്രിയ കൊണ്ട് പാശ്ചാത്യർ ചികിത്സിച്ചിട്ടുള്ളൂ, അത്രയേ ഉള്ളൂ. എന്തെങ്കിലും മരുന്ന് അല്ലെങ്കിൽ ശസ്ത്രക്രിയ, ഇതൊക്കെ കീറുക മുറിക്കുക അലച്ച ഗുളിക തിന്നുക, ഇതേ അവർക്ക് അറിയൂ. നമുക്കങ്ങനെയല്ല. വരാത്ത ആൾക്ക് രോഗം വരാതിരിക്കാനും വന്നാൽ മാറ്റാനും ഒക്കെ പ്രാർത്ഥന എന്ന ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതുകൊണ്ട് അത് മാത്രമേ ഉള്ളൂ എന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ ആരും. ഞാനങ്ങനെ പറഞ്ഞില്ല, ആരും അങ്ങനെ പറഞ്ഞില്ല. മൂന്നാമത് അല്ലെങ്കിൽ ഈ ശസ്ത്രക്രിയയും മരുന്നും വേണ്ടോടത്ത് അത് തന്നെ വേണം. അതിൻ്റെ കൂട്ടത്തിൽ മൂന്നാമതൊരു സംഗതിയും കൂടി ഉണ്ട്. അത് ഈ പ്രവർത്തനം ദേവതകളെ പ്രസാദിപ്പിക്കലാണ്. അതാണ് ഉപാസന. വളരെയധികം ശാസ്ത്രീയമാണ്. എല്ലാ ഡോക്ടർമാരും പറയും ഞങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു, ഇനി നിങ്ങളുടെ ഇഷ്ടദേവതകളെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ, അവരുടെ കയ്യിലാണ്. ആരാ പറയണത്? ശരീരം മുഴുവൻ പഠിച്ച ആളുകളാണ് പറയണത്, നമ്മളെപ്പോലെ അറിയാത്തവരല്ല. വിശ്വാസമുള്ളവർ കേട്ടോ, വിശ്വാസമുള്ളവർ. ഇല്ലാത്തവരെങ്ങനെ നമ്മളൊന്ന് ചിന്തിക്കേണ്ട. കുറേ കഴിയുമ്പോൾ അവർക്ക് ഈ ശരീരം പഠിക്കണവർക്ക് അത്രയധികം വിശ്വാസം ഉണ്ടാവുക. നമ്മളെക്കാൾ ഈ ശരീരത്തിൻ്റെ അത്ഭുതാവസ്ഥ അവർക്കാണ് അറിയുക, അവർക്കല്ലേ അറിയുക. അപ്പോൾ അവർക്ക് കൂടുതൽ വേഗം ഈശ്വരവിശ്വാസം ഉണ്ടാവുന്നത് കാണാവുന്നതാണ് നമ്മളെക്കാൾ. ഇതിങ്ങനെ പ്രവർത്തിക്കുന്നതും ശരിക്ക് നേരിട്ട് കാണുമ്പോൾ വളരെയധികം അത്ഭുതകരമാവും. നാഡീഞരമ്പുണ്ട് അതിനകത്ത്. എന്തെല്ലാം അത്ഭുതകരമായിട്ടുള്ള സങ്കീർണ പ്രവർത്തനമാണ് നമ്മുടെ തലച്ചോറിലും കിഡ്നിയിലും ഹാർട്ടിലും നടക്കുന്നത്. ഇലക്ട്രിസിറ്റി അടക്കമുണ്ട് അതിൻ്റെ ഉള്ളിൽ എന്നാണ് പറയുന്നത്, ശരീരത്തിൻ്റെ ഉള്ളിൽ. ഇതൊരു കമ്പ്യൂട്ടറാണത്. അപ്പോൾ അവർക്കറിയാം ഇതിൽ നമ്മുടെ കഴിവിന് പരിമിതിയുണ്ട്. നമ്മൾ എത്തിച്ചേരാവുന്നിടത്ത് ഒരു പരിധി വരെ എത്തിച്ചേരുള്ളൂ. ബാക്കി ഇത് ഏതൊക്കെയാണ് നിശ്ചയിക്കുന്നത്. എന്തോ ഒരു ശക്തി തന്നെയാണ്. ഇത്രയും ശരീരങ്ങൾ ലോകത്തിലുണ്ട്, മനുഷ്യനില്ലാത്ത അതിലൊക്കെ കടന്ന് പ്രവർത്തിക്കുന്നത് ഇതാ ഈ ഒരു തത്വമാണ് എന്ന് നമുക്ക് അറിയേണ്ടതാണ്. അതിനാണ് ഈ സൃഷ്ടിക്രമം വർണ്ണിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് തോന്നാം എന്തിപ്പോൾ ഈ സാധാരണക്കാർക്ക് ഇത്രയധികം താത്വികം മർത്തിയാക്കിയിട്ട് കാര്യം, കൃഷ്ണരാമ ഗോവിന്ദ അങ്ങനെ പോരാ. അതുകൊണ്ട് മാത്രമായില്ല. എന്തുകൊണ്ട് നമ്മൾ കൃഷ്ണരാമ ജപിക്കണം മനസ്സിലാക്കണമല്ലോ. മനസ്സിലാക്കി ചെയ്യുമ്പോൾ പല അധികമുണ്ട്, പിന്നെ അതൊന്നും ഭ്രംശം വരില്ല. അതിനു വേണ്ടിയാണ് പല ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകൾ എന്ന് ഇവിടെ പറഞ്ഞത്. സാത്വികത്തിൽ നിന്നാണ് ദേവാൻ ഇന്ദ്രിയമാനിനോ അകൃത. എങ്ങനത്തെ ദേവന്മാരാണ്? ഇന്ദ്രിയമാനിനോ അകൃത. ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന ദേവന്മാരെ സൃഷ്ടിച്ചു. സത്വാത്മന, സത്വത്തിൽ നിന്ന്. അപ്പോൾ സത്വത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകൾ എന്നാണ് അതിന് പറയുക. അധിഷ്ഠാന ദേവത എന്നാണ് അതിന് പറയുക. പ്രവർത്തിപ്പിക്കുന്ന ദേവത, അധിഷ്ഠാനത്തിൽ വസിക്കുന്ന ദേവത. ഓരോ അധിഷ്ഠാനത്തിലും വസിക്കുന്നുണ്ട് എന്നാണ്. കണ്ണിൽ വസിക്കുകയാണ്. കണ്ണ് എന്ന ഇന്ദ്രിയത്തിൽ വസിക്കുന്നു തൊഷ്ടാവ്. അതാതിൻ്റെ അധിഷ്ഠാനത്തിൽ വസിക്കുന്നത് കൊണ്ട് അതിന് അധിഷ്ഠാന ദേവതകൾ എന്ന പേര്. ഇനി അതിനെ ഒന്നാട് എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ഏതൊക്കെ ഇന്ദ്രിയമാനിന ദേവന്മാരെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? വാത, അർക്ക, പാശ, ഷിനോ, ഇങ്ങനെയൊക്കെ. വായുവിനെ സൃഷ്ടിച്ചു, അർക്കൻ സൂര്യനെ സൃഷ്ടിച്ചു,
പ്രപഞ്ചത്തിൽ സൂര്യൻ ഉണ്ടാവണു, നമ്മുടെ കണ്ണിൽ ത്വഷ്ടാവായിട്ട് ആദിത്യൻ്റെ ദേവത ഇരിക്കണു, അതുകൊണ്ടാണ് കാണാൻ കഴിയുന്നത്. പാശി വരുണൻ, വരുണനെ സൃഷ്ടിച്ചു. ശരീരത്തിൻ്റെ വിസർജനാവയവങ്ങളെ പ്രവർത്തിക്കുന്നതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അത്രേ വരുണൻ. പലതും ഉണ്ട്. പാശി എന്ന് പറഞ്ഞാൽ വരുണനാണ്. അശ്വിനോ എന്ന് പറഞ്ഞാൽ അശ്വിനി ദേവതകൾ, മൂക്കിൻ്റെ ദേവതകളാണ് അവ എന്നാണ് പറയുന്നത്. മൂക്കിൻ്റെ ഘ്രാണം അറിയാനും മൂക്കിൻ്റെ പ്രവർത്തനം നേരെയാക്കാൻ ഘ്രാണാണല്ലോ പ്രധാനം. ഇന്ദ്രിയം എന്ന് പറയുമ്പോൾ ഘ്രാണമാണ്. അശ്വിനു ദേവതകൾ. വന്നി അഗ്നി, ദഹിപ്പിക്കുന്നതടക്കം അഗ്നിയാണ്. നമ്മൾ കഴിച്ച ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നത് അഗ്നിയാണ്. ഇന്ദ്രൻ കാലിനെ പ്രവർത്തിപ്പിക്കുന്ന നേരത്തെ പറഞ്ഞു. അച്യുതൻ മിത്രകാൻ, ഇങ്ങനെയുള്ള ദേവതകളെ മുഴുവനെ സൃഷ്ടിച്ചു. മിത്രൻ പ്രജാപതി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ദേവതകൾ വിസർജന അവയവങ്ങളത്തെ 2 പ്രജാപതി മുമ്പിലത്തെ ജനനേന്ദ്രിയവും മിത്രൻ മറ്റേ പിന്നാപ്പുറത്തെ ജനനേന്ദ്രിയ ഇതാണ് വിസർജനേന്ദ്രിയമാണ്. മിത്രനും പ്രജാപതിയും. പിന്നെ ഇതേപോലെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇതിനെ അതിൻ്റേതായിട്ടുള്ള ദേവതകൾ. എന്താണ് മനസ്സിൻ്റെ ദേവത? അത് ചന്ദ്രനാണ്. ചിത്തത്തിൻ്റെ ബുദ്ധിയുടെ ദേവതയോ പ്രദ്യുമ്നൻ. അഹങ്കാരത്തിൻ്റെ ദേവത സംഘർഷണൻ. ഇങ്ങനെ വിവിധ ഇന്ദ്രിയങ്ങളുടെ ദേവതകളെ സൃഷ്ടിച്ചു. ഇതിനെയാണ് അന്ധക്കരണ വൃത്തികൾ എന്ന് പറയണത്. അപ്പോൾ സാത്വികമായിട്ടുള്ള അതിൽ നിന്ന് ആദ്യേന സത്വാത്മന ഇന്ദ്രിയമാനിനോ ദേവാൻ അകൃത, ഇന്ദ്രിയങ്ങളുടെ ദേവതകളായിട്ടുള്ള ദേവന്മാരെ, അധിഷ്ഠാനങ്ങളായിട്ടുള്ള ദേവതകളെ സൃഷ്ടിച്ചു. അതെന്തൊക്കെയാണെന്ന് വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നു. ശ്രോത്രം, ത്വക്ക്, ചക്ഷുഷ, ജിഹ്വ, ഘ്രാണം മുതലായിരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവത. ഇതേപോലെ തന്നെ ജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ട്, നമുക്ക് കർമ്മേന്ദ്രിയങ്ങളുണ്ട്. കയ്യ്, കാല്, വാക്ക്, പായു, ഉപസ്ഥം ഇവയാണ് കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ. വന്യീന്ദ്രാച്യുത മിത്രകാൻ വിധു വിധി ശ്രീരുദ്ര ശാരീരികാൻ. വിധു എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, വിധു വിധി ശ്രീരുദ്ര ശാരീരികാൻ. ഇവയെല്ലാം അധിഷ്ഠാന ദേവതകളായി ആണ്. പിന്നെ രുദ്രൻ അഹങ്കാരത്തിൻ്റെ ദേവതയും ഇവയെല്ലാം സൃഷ്ടിച്ചു എന്നർത്ഥം. സാത്വിക അഹങ്കാരത്തിൻ്റെ സൃഷ്ടിക്രമം 1 5 ശ്രോത്രം, ത്വക്ക്, ചക്ഷുഷ, ജിഹ്വ, ഘ്രാണം ഇവയുടെ ദേവതകളാണ് ദിക്ക്, വായു, അർക്കൻ, പാശി, അശ്വികൾ മുതലായവ. എന്താണ് ശ്രോത്രത്തിൻ്റെ ദിക് ദേവതകൾ? ത്വക്കിൻ്റെ ദേവതയാണ് വായു. ചക്ഷുഷിൻ്റെ ദേവതയാണ് സൂര്യൻ. നാവിൻ്റെ ദേവതയാണ് വരുണൻ, നാവിൻ്റെ ദേവത വരുണൻ. അതേപോലെ തന്നെ ഘ്രാണത്തിൻ്റെ ദേവതയാണ് അശ്വിനി ദേവതകൾ. ഇതിനെയാണ് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുക. പിന്നെ കർമ്മേന്ദ്രിയങ്ങളാണ്. എന്തൊക്കെയാണ് കർമ്മം? വാക്ക്, അപ്പം അതിൻ്റെ ദേവതയാണ് വന്നി. പിന്നെ കൈകൾ, ഇന്ദ്രനാണ് ദേവത പറഞ്ഞു. കാല് ഉപേന്ദ്രനാണ് ദേവത പറഞ്ഞു. പായു മിത്രനാണെന്നും പറഞ്ഞു. ഉപസ്ഥം ജനനേന്ദ്രിയം പ്രജാപതിയാണെന്നും പറഞ്ഞു. അപ്പോൾ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ അതിൻ്റെ ദേവതകൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ അതിൻ്റെ ദേവതകൾ. ഈ അന്ധക്കരണമാണ് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അവയെയും സൃഷ്ടിച്ചു. ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, അന്ധക്കരണ വൃത്തികൾ എന്ന് 3 എന്ന് അർത്ഥം. ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, അന്ധക്കരണം. മനസ്സ് നമ്മുടെ ചിന്ത ഉണ്ടാക്കുന്ന സംഗതിയാണ്, അതിൻ്റെ നിശ്ചയിക്കുന്ന സംഗതിയാണ് ബുദ്ധി. ഞാൻ എന്ന തോന്നലാണ് അഹങ്കാരം. ചിത്തം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലാത്ത ശുദ്ധസത്വമായിട്ട് നിൽക്കുന്ന സംഗതിക്കാണ് ചിത്തം എന്ന് പറയുക. ചന്ദ്രൻ, ചതുർമുഖൻ, രുദ്രൻ, ക്ഷേത്രജ്ഞൻ, ഇങ്ങനെ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ദേവതകൾ. മനസ്സിൻ്റെ ചന്ദ്രനാണ്, ബുദ്ധിയുടെ ബ്രഹ്മാവായിട്ടാണ് ഇവിടെ പറയുന്നത്. വ്യത്യാസപ്പെട്ടും പറയും കേട്ടോ. ബുദ്ധിയുടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രദ്യുമ്നായിട്ട് പറയും, ഇവിടെ പറയണത് ബ്രഹ്മാവ് എന്നാണ്. അഹങ്കാരത്തിൻ്റെ രുദ്രനാണ് ഇവിടെ പറയണത്. ഹംകർഷണൻ എന്ന് വേറൊരു തീയിൽ പറയും. ചിത്തത്തിൻ്റെ ക്ഷേത്രജ്ഞൻ എന്നാണ് പറയുക. ചിത്തത്തിൻ്റെ ദേവത വാസുദേവനാണെന്നും പറയും. 2 തരത്തിൽ പറയണമെന്നേ ഉള്ളൂ. അപ്പോൾ 3 പ്രകാരത്തിലുള്ള സൃഷ്ടിയെ നമ്മളിവിടെ കാണാം. 1 പഞ്ചേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, ശ്രോത്രം, ത്വക്ക്, ചക്ഷുഷ്, നാവ്, മൂക്ക്, കണ്ണ്, മൂക്ക്, ത്വക്ക്, നാക്ക്, ചെവി ഇവയെ.
അവിടെ ദേവതകളാണ് ദിക്ക്, വായു, അർക്കൻ, പാശി, അശികൾ. ശരിക്കും അങ്ങനെ എഴുതിയെടുക്കുക പഠിക്കുകയാണെങ്കിൽ മനസ്സിലാവുള്ളൂ. ശ്രോത്രത്തിൻ്റെ ദേവത എന്താണ്? ദിക്കുകളാണ്. ത്വക്കിൻ്റെ ദേവതകളാണ് വായു. കണ്ണിൻ്റെ ദേവതയാണ് സൂര്യൻ. നാവിൻ്റെ ദേവതയാണ് വരുണൻ. മൂക്കിൻ്റെ ദേവതയാണ് അശ്വികൾ. 5 ഇന്ദ്രിയങ്ങളുടെ ദേവന്മാരെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. കർമ്മേന്ദ്രിയങ്ങളിൽ ആദ്യത്തെ കൈകൾ. കൈകളുടെ ദേവതയാണ് ഇന്ദ്രൻ. രണ്ടാമത്തെയാണ് കാല്. കാലിൻ്റെ ദേവതയാണ് ഉപേന്ദ്രൻ, അച്യുതൻ എന്നും പറയും. അതിന് വാക്ക് ഒരു കർമ്മേന്ദ്രിയമായിട്ടാണ് കൂട്ടിയിരിക്കുന്നത്. വാക്കിന്ദ്രിയം എന്ന് പറഞ്ഞാൽ തൊണ്ട മുതൽ ചെവി വരേക്ക് വ്യാപിച്ച ഒരു ഇന്ദ്രിയം, കാണാൻ കഴിയില്ല. വാക്കിന്ദ്രിയത്തെ കാണാൻ കഴിയാത്ത ഒരേ ഒരു ഇന്ദ്രിയം ശരീരത്തിലുള്ളത് വാഗിന്ദ്രിയമാണ്. അത് മിത്രനാണ് അതിൻ്റെ ദേവത. പിന്നെ പായു, ഉപസ്ഥം എന്നീ 2 വിസർജനേന്ദ്രിയങ്ങളിൽ പ്രജാപതി, മിത്രൻ ജനനേന്ദ്രിയത്തിൻ്റെയും പ്രജാപതി മുമ്പിലത്തെ പ്രജാപതി ജനനേന്ദ്രിയത്തിൻ്റെയും മിത്രൻ വിസർജനേന്ദ്രിയം പിന്നാപുറത്തുള്ളതിൻ്റെയും ആണ്. ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ അതിൻ്റെ ദേവത, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ അതിൻ്റെ ദേവത. 2 സെക്ഷനായി. ഈ മൂന്നാമത്തെയാണ് ബുദ്ധി, മനസ്സ്, ചിത്തം, അഹങ്കാരം. അത് കാണാൻ പറ്റാത്തതാണ് അതൊക്കെ. മറ്റൊക്കെ ഇന്ദ്രിയങ്ങളുടെ അതുപോലെയാണ്, ഇത് കാണാൻ പറ്റില്ല. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇതാണ് ചിത്തവും മനസ്സും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം പ്രസവിച്ച് വീണ ഒരു കുട്ടിക്ക് ചിത്തമുണ്ടാവും, പക്ഷേ ആ കുട്ടിക്ക് എന്തുണ്ടാവില്ല? മനസ്സുണ്ടാവില്ല. മനസ്സുണ്ടാവണമെങ്കിൽ പരിചയക്കേട് തുടങ്ങിയോ എന്നാണ് നമ്മൾ ചോദിക്കുക. കുട്ടിക്ക് പരിചയക്കേട് തുടങ്ങിയോ? എനിക്ക് പരിചയമാണ് തുടങ്ങണം, പരിചയക്കേടല്ല. പരിചയക്കേട് എന്ന് എങ്ങനെ വന്നു എന്നറിയില്ല. കുട്ടിക്ക് പരിചയം ഒക്കെ അറിയാറായോ എന്നല്ലേ ചോദിക്കേണ്ടത്. അപ്പോൾ മനസ്സുണ്ടായി, ഇതെൻ്റെ ആളാണ്, ഇതെൻ്റെ ആളല്ല, ഇത് അച്ഛനാണ്, ഇത് അമ്മയാണ് എന്ന തിരിച്ചറിവുണ്ടാവുമ്പോൾ നമ്മൾ എന്ത് പറയണു? മനസ്സ് പ്രവർത്തനാത്മകമായി. നിശ്ചലമായിട്ടുള്ള പാത്രത്തിലത്തെ വെള്ളം ചിത്തത്തിന് ഉപമിക്കാം. അതിനൊരു തട്ട് കൊടുത്ത് ആ വെള്ളം ഇളകണതിനെ മനസ്സായി. ഒന്ന് തന്നെയാണ്, അതിങ്ങനെ ചലനാത്മകമാകുമ്പോൾ നമ്മളതിനെ മനസ്സ് എന്ന് പറയും. ഇപ്പം മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം 4 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇങ്ങനെ 3 സെക്ഷനാണ് സാത്വികം. ഇതിങ്ങനെ സൃഷ്ടിയുടെ ക്രമമായിട്ട് പറയുകയാണ്. സാത്വിക അഹങ്കാരത്തിൻ്റെ സൃഷ്ടിപ്രകാരമാണ് ഇങ്ങനെ അറിയുന്നത്. സോഹഞ്ച ത്രിഗുണക്രമാത്രിവിധമാസാദ്യ. അഹങ്കാരതത്വം 3 വിധം ആയി തീർന്നു. ഇതൊക്കെയാണ് 3 വൈകാരികോ ഭൂയ തൈജസ താമസ. വൈകാരികം, തേജസം, താമസം. കുറിച്ചെടുത്താലേ ഓർമ്മ നിൽക്കുള്ളൂ. വൈകാരികം, തേജസം, താമസം 3 തിരിഞ്ഞു. ആദ്യത്തെ സത്വാത്മന തത്വത്തിൽ നിന്ന് ഇന്ദ്രിയമാനിനോ ദേവാൻ അകൃത. ഇന്ദ്രിയാധിഷ്ഠാനങ്ങളായിട്ടുള്ള ദേവന്മാർ സൃഷ്ടമായി സാത്വികത്തിൽ നിന്ന്. അത് ഏതൊക്കെയാണ്? വാതാർക്കപാശ അശ്വിനോ മന്നീന്ദാച്യുത മിത്രകാൻ വിധി ശ്രീരുദ്ര ശാരീരികാൻ. കണ്ണ്, മൂക്ക്, ത്വക്ക്, നാക്ക്, ചെവി എന്നീ പഞ്ചേന്ദ്രിയങ്ങളുടെ ദേവതകളായിരിക്കുന്ന ദിക്ക്, വായു, അർക്കൻ, പാശി, അശ്വികൾ. വാക്ക് അല്ല കയ്യേ, കാല്, അതുപോലെ തന്നെ വാക്ക്, പായു, വസ്ത്രം എന്നീ കർമ്മേന്ദ്രിയങ്ങളുടെ ദേവതകളായ അഗ്നി, ഇന്ദ്രൻ, അച്യുതൻ, മിത്രം, പ്രജാപതി എന്നുള്ളതും. മൂന്നാമതായിട്ട് അന്ധക്കരണത്തിൻ്റെ ഭാഗങ്ങളായിരിക്കുന്ന ചിത്തം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇതിൻ്റെ ചതുർമുഖൻ, രുദ്രൻ, ക്ഷേത്രജ്ഞൻ എന്നീ ക്രമത്തിലും ഉണ്ടായിത്തീർന്നു. ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചു. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ബുദ്ധി, മനസ്സ്, ചിത്തം, അഹങ്കാരം എന്നിവയുടെ ദേവതകളുമാണ്. 5 കർമ്മേന്ദ്രിയങ്ങളുടെ ദേവതകളാണ്, 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെ ദേവതകളാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, അന്ധക്കരണം 4 ഉള്ളൂ. ബുദ്ധി, മനസ്സ്, ചിത്തം, അഹങ്കാരം ഇവയുടെ ദേവതകളെ സൃഷ്ടിച്ചതാണ് സാത്വികത്തിൽ നിന്നും ഉണ്ടായത്. സോഹഞ്ച ത്രിഗുണ ക്രമാത്രിവിധമാസാദ്യ വൈകാരികോ ഊയ തൈജസ താമസാവിധി ഭവനാദ്യേന സത്വാത്മന. സത്വാത്മന എന്ന് പറഞ്ഞാൽ വൈകാരികം. അതിൽ നിന്ന് ദേവന്മാരാണ് ഉണ്ടായത്. ഭൂയ ദേവാൻ ഇന്ദ്രിയമാനിനോ അകൃത. ഇന്ദ്രിയമാനിനോ ദേവാൻ അകൃത. ദേവാൻ ഇന്ദ്രിയമാനിനോ അകൃത ദിശ എന്തൊക്കെയാണ്? വാതാർക്കപാശ അശ്വിനോ മന്നീന്ദാച്യുതമിത്രകാൻ വിധി ശ്രീരുദ്രശാരീരികാൻ.
ദിക്ക്, വായു, അർക്കൻ, പാശി, അശികൾ എന്നീ 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെ ദേവതകളും വന്നി, ഇന്ദ്രൻ, അച്യുതൻ, മിത്രം, പ്രജാപതി മുതലായിട്ടുള്ളതിൻ്റെ കർമ്മേന്ദ്രിയ ദേവതകളും കൂടാതെ ബുദ്ധി, മനസ്സ്, ചിത്തം, അഹങ്കാരം, ശ്രീരുദ്ര ശാരീരികാൻ അവയെയും തെറ്റിച്ചു എന്നാണ് പറഞ്ഞത്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.